പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കെ ഇന്ത്യക്ക് ആശ്വാസമായി ഇറാന്റെ നിർണായക നീക്കം. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ പാചകവാതക കപ്പലുകൾക്ക് ഇറാൻ അനുമതി നൽകി. എന്നാൽ ഈ വലിയ നയതന്ത്രപരമായ ഇളവിനു പിന്നിൽ ഇന്ത്യൻ സർക്കാരല്ല, മറിച്ച് ഇന്ത്യയിലെ സാധാരണ ജനതയാണെന്ന വെളിപ്പെടുത്തലുമായി ഇറാന്റെ ഇന്ത്യൻ പ്രതിനിധി രംഗത്തെത്തിയിരിക്കുകയാണ്. അടിച്ചമർത്തലുകൾക്കെതിരെ ഇറാൻ ഭരണകൂടത്തിനോടൊപ്പം നിന്ന ഇന്ത്യൻ ജനതയോടുള്ള നന്ദി സൂചകമായാണ് ഈ നടപടിയെന്ന് അബ്ദുൽ മജീദ് ഹക്കീം ഇലാഹി വ്യക്തമാക്കുന്നു. അതേസമയം വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പുലർത്തുന്ന മൗനത്തിനെതിരെ രാജ്യത്ത് പ്രതിഷേധം കടുക്കുകയാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് സംഘർഷത്തെ തുടർന്ന് അനിശ്ചിതത്വത്തിലായിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ത്യയിലേക്കുള്ള ഗ്യാസ് കപ്പലുകൾക്ക് ഇറാൻ പച്ചക്കൊടി കാട്ടിയത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. ഇറാൻ പരമോന്നത നേതാവിന്റെ ഇന്ത്യൻ പ്രതിനിധി അബ്ദുൽ മജീദ് ഹക്കീം ഇലാഹിയാണ് ഈ തീരുമാനത്തിന് പിന്നിലെ വികാരപരമായ വശം വെളിപ്പെടുത്തുന്നത്. അമേരിക്കയും സഖ്യകക്ഷികളും നടത്തുന്ന അടിച്ചമർത്തലുകൾക്കെതിരെ ഭൂരിഭാഗം ഇന്ത്യൻ ജനതയും ഇറാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുവെന്നും യുദ്ധം ആഗ്രഹിക്കാത്ത ആ ജനതയ്ക്കുള്ള സമ്മാനമാണ് ഈ ഇളവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഗുജറാത്ത് തീരത്ത് നങ്കൂരമിട്ട 2 കപ്പലുകളിലായി ഏകദേശം 92,000 മുകളിൽ ടൺ പാചകവാതകമാണ് ഇന്ത്യയിൽ എത്തിച്ചത്. യുദ്ധപ്രതിസന്ധി മൂലം രാജ്യം ഇന്ധനക്ഷാമത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക നിലനിൽക്കെ ഈ ചരക്ക് എത്തിച്ചേർന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. ഇന്ത്യയുടെ ആകെ ഉപയോഗം കണക്കിലെടുത്താൽ ഇത് കുറഞ്ഞ ദിവസത്തേക്കുള്ള കരുതൽ മാത്രമാണെങ്കിലും വരും ദിവസങ്ങളിലും ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടുമെന്ന ഇറാന്റെ ഉറപ്പ് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയിൽ നിർണായകമാകും. ഇറാൻ സ്വീകരിച്ച ഈ ഉദാരമായ നിലപാടിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. മോദി സർക്കാരിന്റെ തന്ത്രപരമായ മൗനം ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള പിന്തിരിയലാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. കേന്ദ്രത്തിന്റെ നിലപാട് നിഷ്പക്ഷതയല്ല, മറിച്ച് ഇരട്ടത്താപ്പാണ് എന്നാണ് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി അടക്കം കുറ്റപ്പെടുത്തിയിരുന്നത്. CPIM ഉൾപ്പെടെയുള്ള ഇടത് രാഷ്ട്രീയ പാർട്ടികളും സർക്കാരിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ ഇന്ത്യയുടെ നിശബ്ദത വരും കാലത്ത് വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ മുന്നറിയിപ്പ്. ഭരണകൂടങ്ങൾ തമ്മിലുള്ള ഔദ്യോഗിക ചർച്ചകൾക്കപ്പുറം ഒരു രാജ്യത്തെ ജനത മറ്റൊരു രാജ്യത്തോട് കാണിക്കുന്ന വൈകാരികപരമായ ഐക്യദാർഢ്യം നയതന്ത്ര ബന്ധങ്ങളെ എപ്രകാരം സ്വാധീനിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ രംഗം. ഭരണകൂടങ്ങൾ നിശബ്ദത പാലിക്കുമ്പോഴും ജനതയുടെ ശബ്ദം ഇറാൻ കേൾക്കുന്നു എന്നത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമാണ്. Waytonikah.com, the exclusive Muslim matrimonial site.